നമസ്കാരം. ഇന്ത്യൻ മണ്ണിൽ വളർന്ന് വേരുറപ്പിച്ച ടാറ്റ കൺസൾട്ടൻസിയിൽ നിന്ന് പുറത്തു വരുന്നതൊന്നും അത്ര വിശ്വസനീയമായ വാർത്തകളല്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ അമരാവതിയിൽ പീഡനത്തിനിരയായത് 200-ലേറെ പെൺകുട്ടികളാണ്. പശ്ചിമ ബംഗാളിൽ ഡേറ്റിംഗ് ആപ്പ് വഴി തട്ടിപ്പ് നടത്തി യുവാവ് നേടിയെടുത്തത് 2 കോടിയോളം രൂപയാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ടാറ്റ എന്ന് കേൾക്കാനും പറയാനും അഭിമാനം കൊണ്ടിരുന്നു നമ്മൾ ഇന്ത്യക്കാർ. ഇന്ത്യൻ മണ്ണിൽ ഉയർന്ന് ഉന്നതമായ കോർപ്പറേറ്റ് സംവിധാനം. കാലത്തിനനുസരിച്ച് പ്രവർത്തന മേഖല മാറിയപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പുതിയ തലമുറയുടെ പ്രതീക്ഷയായ സംരംഭമായി മാറി. പക്ഷേ ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മതപരിവർത്തന ലൈംഗിക ചൂഷണ സംഭവങ്ങളാണ് ഓരോ ദിവസവും നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നോ ഇന്നലെയോ അല്ല, നാളുകളായി തുടങ്ങിയിട്ട്. പുറത്തുവരുന്ന കഥകൾക്ക് കണക്കില്ല. 7 പേരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. പ്രധാന പ്രതി HR മാനേജർ നിദ ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. ഗർഭിണിയാണെന്ന് കാട്ടി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് അവരിപ്പോൾ. ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം നിദ ഖാൻ എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭർത്താവ് നാവീദ് ഇക്ബാൽ ഖാൻ. എന്നാൽ അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇന്നലെ നാവിദിനെ ചോദ്യം ചെയ്തപ്പോൾ നിദ ഖാൻ ഏപ്രിൽ 14-ന് വീട്ടിൽ നിന്ന് പോയെന്നും ഇപ്പോൾ ഒരു ബന്ധു വീട്ടിലുണ്ടെന്നുമാണ് പറഞ്ഞത്. പറഞ്ഞ സ്ഥലത്ത് പോലീസ് പാഞ്ഞെത്തി. കണ്ടതാകട്ടെ അടച്ചുപൂട്ടിയിട്ട നിലയിലുള്ള വീട് മാത്രം. നിദയുടെയും ഈ പറഞ്ഞ ബന്ധുവിന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇനി അവരെ ട്രാക്ക് ചെയ്യാനും പോലീസിന് കഴിയില്ല. സത്യം പറഞ്ഞാൽ 7 പേരെ പൊക്കിയിട്ടും നിദയെ കിട്ടാത്തതിനാൽ രാജ്യത്തെ തന്നെ നടുക്കിയ കേസിൽ അന്വേഷണം ഏത് വഴിക്കിനി പോകണമെന്ന് വ്യക്തമല്ലാത്ത അവസ്ഥ. നിദ ഖാനാണ് കേസിലെ മുഖ്യപ്രതി എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിദയെ കിട്ടിയാലേ ബാക്കി അറിയാൻ പറ്റൂ. നമ്മളെല്ലാം നിദയെ TCS നാസിക് ക്യാമ്പസിലെ HR മാനേജർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് സത്യമല്ലെന്ന സ്ഥിരീകരണവും ഇന്ന് വന്നിട്ടുണ്ട്. TCS CEO K കൃതിവാസൽ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിദ HR മാനേജർ ആയിരുന്നില്ല. നിയമനങ്ങൾക്കൊന്നും അധികാരമുണ്ടായിരുന്നില്ല ഈ നിദയ്ക്ക്. തുടക്കക്കാർക്ക് ലഭിക്കുന്ന പ്രോസസ് അസോസിയേറ്റ് പദവിയാണ് നിദയ്ക്കുണ്ടായിരുന്നത്. ഇന്നലെ നിദയെ സസ്പെൻഡ് ചെയ്തതായി TCS അറിയിച്ചിരുന്നു. ഇന്നലെ ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ ഇന്ന് TCS CEO K കൃതിവാസൻ ഒരു വിശദീകരണ കുറിപ്പും ഇറക്കി.
ഇതിൽ നിത HR മാനേജർ അല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിരപരാധികളായ TCS ജീവനക്കാർക്ക് യാതൊരു ദോഷവും വരാതെ നോക്കുമെന്നും ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയെയും മേൽനോട്ട കമ്മിറ്റിയെയും നിയോഗിച്ചതായും ഡിലോയിറ്റ്, ട്രൈലീഗൽ എന്നിവയുടെ സഹായം തേടിയതായും കൃതിവാസൽ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. BPO സർവീസസിൽ ജോലി തുടങ്ങിയ നിത HR മാനേജറല്ലെന്ന് കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. ടെലികോളറായാണ് നിത ജോലി ചെയ്തിരുന്നതെന്നാണ് കുടുംബക്കാർക്ക് ലഭിക്കുന്ന വിവരം. വീട്ടുകാർക്ക് പോലും മകളുടെ ദുരൂഹ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്നു. പരിചയക്കാരെ കാണുമ്പോൾ ഹായ് ബായ് പറയുന്നു. നിതയെക്കുറിച്ച് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. നിതയെപ്പോലെ തന്നെ കേസിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ തൗസിഫിന്റെ പിതാവ് പക്ഷേ മകനെ കുടുക്കിയതാണെന്നാണ് പറയുന്നത്. जो भी चल रहा है ये सब गलत है. इसमें मेरे बच्चे का और भी सभी बच्चों का इसमें कोई दोष नहीं, कोई कसूर नहीं. इनको सबको ये प्री प्लान करके इनको एक फंसाया गया है. ये जो भी इन पे एलिगेशन लगे हुए हैं ये सब गलत एलिगेशन है. कोई न कोई जो है जो इनको फंसाया है. നിതയോടൊപ്പം TCS ജീവനക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നതിൽ പ്രധാനിയായിരുന്നു തൗസിഫ്. തൗസിഫും നിതയും ഉറ്റ കൂട്ടുകാരും. 3 വർഷം മുൻപ് ഉംറ ചെയ്യാൻ മക്കയിൽ പോയി വന്ന ശേഷമാണ് തൗസിഫിന്റെ മതചിന്തകൾ ഇത്രയും തീവ്രമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹിന്ദുക്കളെ ശത്രുക്കളെ പോലെയാണ് തൗസിഫ് കണ്ടിരുന്നത്. ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് ചേർക്കാൻ പലതും പറഞ്ഞിരുന്നു. ശരീരം തളർന്നു കിടക്കുന്ന പിതാവുള്ള ജീവനക്കാരനോട് മതം മാറിയാൽ പിതാവിന്റെ അസുഖം മാറുമെന്ന് വരെ തൗസിഫ് പറഞ്ഞു. മറ്റൊരു വനിതാ ജീവനക്കാരിയെ തന്റെ കാമുകി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ജീവനക്കാരിയുമായി നിരന്തരം ലൈംഗിക ബന്ധവും ഇയാൾ പുലർത്തി. ഭാര്യയും 2 കുട്ടികളും തൗസിഫിനുള്ളപ്പോൾ തന്നെയായിരുന്നു ഈ ഓഫീസ് കാമുകി. ഈ പെൺകുട്ടിയുടെ മതവിശ്വാസം മാറ്റിമറിക്കാൻ തൗസിഫ് നടിച്ച പ്രണയത്തിന് കഴിഞ്ഞു. കലിമ ചൊല്ലാനും ബുർഖ ധരിക്കാനും നമസ്കരിക്കാനും തുടങ്ങി ഈ യുവതി പിന്നീട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കാര്യങ്ങളാണ്. കേസിൽ അറസ്റ്റിലായ ഡാനിഷ് ഷെയ്ഖിനെ ഇത്തരത്തിലാക്കിയത് നിതയാണെന്നാണ് ഡാനിഷിന്റെ ബന്ധു തബ്ബാസും പ്രതികരിച്ചത്. ഡാനിഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഡാനിഷ് സസ്യാഹാരികളായ സഹപ്രവർത്തകരെ മാംസാഹാരം കഴിക്കാൻ നിർബന്ധിച്ചിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. പലരും നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് ഇയാൾക്കെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. दानिश ऐसा बोर्ड है ना इस्लाम में लाने की कोशिश कर रहा था, तो वो लड़की का इंटरेस्ट था. वो बार बार इन्हें दानिश से पूछती थी कि तुम्हारा धर्म अच्छा है और तुम्हारे धर्म में क्या क्या होता है. बस ऐसा दानिश का कुछ नहीं था जैसा कैसा कि धर्म में उसको लाना है और उसको नहीं कि इंटरेस्ट दानिश का कुछ नहीं था. वो लड़की का इतना इंटरेस्ट था, बार बार हमेशा धर्म के बारे में बोलती थी कि तुम्हारा धर्म बहुत अच्छा है और मुझे तुम्हारे धर्म में आना है और उसके बाद में क्या क्या करना है. तो बस नॉर्मली बात करता था ऐसा. വഴിവിട്ട ഇടപെടലുകളും വിവാഹേതര പങ്കാളികളും നാസിക് TCAയിലെ ഗ്യാങ്ങിന്റെ രീതിയായിരുന്നു. ഷാഫി ഷെയ്ഖ് എന്ന മറ്റൊരു ജീവനക്കാരിയുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നു. ഈ യുവതി നേരത്തെ വിവാഹിതയുമായിരുന്നു. എന്നാൽ തനിക്കിഷ്ടമാണെന്നും പ്രണയത്തിലാകണമെന്നും പറഞ്ഞ് ഷാഫി ഷെയ്ഖ് പിന്നാലെ നടക്കുകയായിരുന്നു. കുട്ടികളില്ലാത്ത ഇവർക്ക് താനുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയാകാമെന്ന് വരെ ഷാഫി ഷെയ്ഖ് പറഞ്ഞിരുന്നു. ഈ യുവതിയും പരാതിക്കാരിൽ ഒരാളാണ്. ഇതുവരെ 9 FIRകളാണ് ഇട്ടിരിക്കുന്നത്. 7 പേർ ഇതിൽ അറസ്റ്റിലായത്. ഡാനിഷ് ഷെയ്ഖ്, ഷാഫി ഷെയ്ഖ്, തൗസിഫ് അട്ടർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ആസിഫ് അഫ്താബ്, അൻസാരി. ഇനി നിത മാത്രമാണ് പിടിയിലാകാനുള്ള ബാക്കി ഒരേ ഒരാൾ.
3 സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. ഇതുകൂടാതെ TCS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഒരു വസ്തുതാന്വേഷണം കൂടി ഇതിൽ നടക്കുന്നുണ്ട്. അവർ നാസിക് TCS ക്യാമ്പസിൽ എത്തിയിരുന്നു. പരാതിക്കാരും ബന്ധപ്പെട്ടവരുമായി ഫാക്ട് ചെക്കിംഗ് ടീം ആശയവിനിമയം നടത്തുമെന്ന് TCSന്റെ അഭിഭാഷകയായ മോണിക്ക അറോറ പറഞ്ഞു. ഓരോരുത്തരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടും ശുപാർശകളും സമർപ്പിക്കും. ഒരു ജഡ്ജി, IPS ഓഫീസർ, ദേശീയ വനിതാ കമ്മീഷൻ പ്രതിനിധി എന്നിവരും ഇതിലുണ്ട്. का जो एपिसोड हुआ है उसमें इंक्वायरी के लिए हम लोग आए हैं और हम लोग सभी स्टेक होल्डर्स से बात करने वाले हैं. इस समय तो कुछ भी कहना पॉसिबल नहीं है हमारे लिए, क्योंकि एक बार सभी स्टेक होल्डर्स से मिलेंगे, बात करेंगे, जो भी सच्चाई सामने आएगी उसके बेसिस पे एक रिकमेंडेशन और रिपोर्ट बनाकर हम देने वाले हैं. कमेटी में एक रिटायर्ड जज हैं, एक रिटायर्ड IPS ऑफिसर हैं और एडवोकेट हैं और NCW से कोऑर्डिनेटर हैं. നാസിക് TCSലെ മതപരിവർത്തന വാർത്തകൾ പുറത്തു വന്നത് വിവിധ ഹിന്ദു സംഘടനകളെ രോഷാകുലരാക്കിയിട്ടുണ്ട്. ബജ്രംഗ് ദളും VHPയും ഇതിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തി. हिंदू समाज कि आप हमारा धर्म स्वीकार करो, आज बजरंग दल विश्व हिंदू परिषद की तरफ से कॉल थी कि जो भी प्रकरण हुआ नासिक के अंदर, इसमें बहुत बड़ा षड्यंत्र हुआ, सबने देखा, आप मीडिया के माध्यम से ही हमें पता लगा, पूरे देश को पता लगा, तो संगठन ने तय किया कि ऐसा प्रदर्शन होना चाहिए जगह जगह पे. तो आज दिल्ली में 8 स्थानों पे ऐसा प्रदर्शन था. वहाँ पे काम करने वाले हिंदू कर्मचारियों को, विशेष करके महिला और पुरुष को भी एक प्रमोशन का लालच देने के लिए उन पे प्रेशर बना रहे थे कि आप रोजे रखो, और नवरात्रों में उनको मांस भी खिलाया गया, उनको बड़ा तंग किया. तो उसकी हम निंदा करते हुए आज हमने यहाँ प्रदर्शन रखा. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് കർശന നടപടി ഉറപ്പാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കാനില്ലെന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്. ये मामला बहुत सीरियस मामला है और इस पर बहुत कड़ी कार्रवाई हम लोग कर रहे हैं और बिल्कुल ध्यान में आता है कि एक मॉड्यूल के तहत इसको किया गया है. फॉर्चुनेटली TCS जैसी कंपनी ने बहुत बड़ी भूमिका इसमें ली है. किसी को भी शील्ड हम नहीं करेंगे, इस प्रकार की भूमिका TCS ने ली है और TCS के प्रमुख ने भी इसकी बहुत निंदा की है. और मुझे लगता है कि इस मॉड्यूल के तार कहां तक है इसकी जांच हम लोग करेंगे. हम लोगों ने सेंट्रल एजेंसीज को भी इत्तला दी है और आवश्यकता के अनुसार उनकी भी मदद इसमें ली जाएगी. നാസിക് TCSലെ ലൈംഗിക ചൂഷണങ്ങളും മതപരിവർത്തനവും വളരെ ആസൂത്രിതമായ ഒരു ബ്ലൂ പ്രിന്റ് വെച്ച് നടപ്പാക്കിയെന്ന് തന്നെ വേണം സംശയിക്കാൻ. കാരണം അത്ര പഴുതടച്ചാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഇന്ത്യൻ IT രംഗത്തും കോർപ്പറേറ്റ് രംഗത്തും ഉണ്ടാക്കിയ ഞെട്ടൽ ചില്ലറയൊന്നുമല്ല. അന്വേഷണം തുടങ്ങിയിട്ടേയുള്ളൂ. സത്യം എന്തെല്ലാമെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം. ഓരോ ദിവസം അത്രമാത്രം പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 20th അവറിൽ TCSലെ കൂടുതൽ അന്വേഷണ വിവരങ്ങൾ ഇനിയും തുടരും. ഇരയായത്
200 പെൺകുട്ടികൾ, 350-ലേറെ ക്ലിപ്പുകൾ. അമരാവതിയിലെ ഫ്ളാറ്റിൽ നടന്നത് നടുക്കുന്ന പീഡനമാണ്. ഈ വാർത്തയിലേക്കാണ് 20th അവർ ഇനി പോകുന്നത്. മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ ഒരു സാധാരണ അപ്പാർട്ട്മെന്റിൽ നടന്നത് ഞെട്ടിക്കുന്ന പീഡനങ്ങളാണ്. 200ഓളം പെൺകുട്ടികളാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത്. പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും അശ്ലീല വീഡിയോകൾ പകർത്തുകയും ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതി അഹമ്മദ് തൻവീറിന്റെ പ്രവർത്തികളിൽ നേരത്തെ തന്നെ സംശയം തോന്നിയിരുന്നെന്നും ഇത് വീട്ടുടമയെ അറിയിച്ചിരുന്നെന്നും ഫ്ളാറ്റിലെ താമസക്കാരൻ പറഞ്ഞെങ്കിലും ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അമരാവതിയിലെ പരത്വാഡയിലുള്ള ഒരു ഫ്ളാറ്റിലാണ് പ്രതി പെൺകുട്ടികളെ എത്തിച്ചിരുന്നത്. പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ചിത്രീകരിക്കാൻ ഈ ഫ്ളാറ്റാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. അർദ്ധരാത്രികളിലാണ് പ്രതി പെൺകുട്ടികളുമായി എത്തുന്നത്. പല സന്ദർശകരും ദുപ്പട്ട കൊണ്ട് അവരുടെ മുഖം മറച്ചോ ബുർഖ ധരിച്ചോ ആണ് എത്തിയിട്ടുള്ളത്. ഇത് അയൽക്കാരിൽ സംശയം വർദ്ധിപ്പിച്ചു. താമസക്കാരിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിട്ടും ഫ്ളാറ്റിന്റെ ഉടമ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. ഇതിൽ വീട്ടുടമയുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് അയൽക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ അഹമ്മദ് തൻവീറിനൊപ്പം സുഹൃത്ത് ഉജേർ ഖാനും അറസ്റ്റിലായിരുന്നു. പെൺകുട്ടികളെ അഹമ്മദ് തൻവീർ ലൈംഗികമായി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഉജേർ ഖാനായിരുന്നു. ഇവരുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചത് 350ഓളം അശ്ലീല വീഡിയോകളാണ്. ഇരുവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും സാമ്പത്തിക തർക്കവുമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. അഹമ്മദ് തൻവീറിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോകൾ ഉജേർ ഖാൻ ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. സംഭവത്തിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പിന്റെയും പരിശോധന തുടരുകയാണ്. कि अभी तक टोटल 4 आरोपियों को जो है हमने अरेस्ट कर लिया है. इसके अलावा 2 और आरोपी को जो है अरेस्ट करने का जो प्रोसीजर है वो शुरू है. इसके अलावा और 4 आरोपी को जो है अभी हम इंटरोगेट कर रहे हैं एंड जैसे जैसे जो भी इन्वेस्टिगेशन में हमारे सामने आ रहा है वैसे हम इतर आरोपी को जो है कस्टडी में लेके आगे का जो प्रोसीजर है वो कर रहे हैं. आरोपियों का संख्या जो है बढ़ सकता है. इसके अलावा अभी तक जो है पूरे 5 मोबाइल डिवाइसेस जो है हमने जब्त किया है. इसके अलावा भी हमारा सर्च एंड सीजर का जो प्रयास है वो शुरू है. जो भी मोबाइल डिवाइस या लैपटॉप वगैरह जो भी हमारे सामने आएगा उसको हम सीज करते हुए आगे बढ़ने वाले हैं. ഇതുവരെ 8 പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോ ക്ലിപ്പുകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്നതാണ് കേസ്. ഏപ്രിൽ 11-ന് ഇത്തരം വീഡിയോകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് അമരാവതി പോലീസ് സൂപ്രണ്ട് വിശാൽ ആനന്ദ് പറഞ്ഞു. സൂചനകളെ തുടർന്ന് ഏപ്രിൽ 13-ന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഏപ്രിൽ 21 വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇനിയും പരാതിക്കാർ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുമില്ല. പരാതിക്കാർക്ക് സമീപിക്കാൻ വേണ്ടി വനിതാ ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്ന ഒരു സെൽ അമരാവതി റൂറലിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിജീവിതമാരോടും കുടുംബങ്ങളോടും മുന്നോട്ട് വന്ന് മൊഴി നൽകാൻ പോലീസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു. कन्वीनियंस के हिसाब से जो भी लोकेशन एंड टाइम आपको सूटेबल लगता है वहाँ पे आप ये महिला अधिकारियों को बुला के आपका जो भी स्टेटमेंट है वो आप कॉन्फिडेंशियल पद्धति में उनको बता सकते हैं. वो हम स्टेटमेंट आपका लेंगे एंड आपके सामने ही ये स्टेटमेंट जो है हम सील करेंगे. सील करके जो भी संबंधित महिला अधिकारी है उनके सामने ही जो है ये रखा जाएगा सो दैट किसी भी हाल में विक्टिम एंड उनके विक्टिम की फैमिलीज के आइडेंटिटीज सामने नहीं आना चाहिए. ऐसा करके हम पूरा 100% जो है प्रयास करेंगे और इसकी व्यक्तिगत जवाबदारी जो है वो मेरी. ഭാരതീയ ന്യായ സംഹിത, പോക്സോ നിയമം എന്നിവയുടെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 ഉദ്യോഗസ്ഥരും 35 ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു പ്രത്യേക അന്വേഷണ സംഘം
കേസ് അന്വേഷിക്കാൻ രൂപീകരിച്ചിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളുമായി അടുപ്പമുണ്ടാക്കി കാശുണ്ടാക്കുന്ന വിരുദ്ധൻ പിടിയിലായി. കെണിയിൽപ്പെട്ടത് 500-ലധികം സ്ത്രീകളാണ്. തട്ടിയെടുത്തതാകട്ടെ 2 കോടിയോളം രൂപ. ഓൺലൈൻ വഴി സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിച്ച് 2 കോടിയോളം രൂപ തട്ടിയെടുത്ത യുവാവ് പിടിയിലായിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആനന്ദ് കുമാറിനെയാണ് ഡൽഹി സൈബർ പോലീസ് ബംഗാളിലെത്തി പിടികൂടിയത്. ഏകദേശം 500ഓളം സ്ത്രീകൾ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും ഇവരിൽ നിന്നായി 2 കോടിയോളം രൂപയാണ് പ്രതി ഇതുവരെ കൈക്കലാക്കിയതെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയത്. ഡൽഹി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഡൽഹി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും മാട്രിമോണിയൽ സൈറ്റുകളിലൂടെയുമാണ് ആനന്ദ് കുമാർ യുവതികളെ കണ്ടെത്തിയിരുന്നത്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട വൈഭവ് അറോറ എന്ന പേരുള്ള യുവാവ് പല തവണകളായി 7 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു യുവതിയുടെ പരാതി. പണം തിരികെ ചോദിച്ചപ്പോൾ വൈഭവ് അറോറയിൽ നിന്ന് മറുപടിയൊന്നും ലഭിച്ചില്ല. പിന്നീട് വൈഭവ് എന്നയാൾ മരിച്ചുപോയി എന്ന സന്ദേശം യുവതിക്ക് ലഭിച്ചു. ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് വൈഭവിനെ ആദ്യം പരിചയപ്പെടുന്നതെങ്കിലും പിന്നീട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ സൗഹൃദം തുടരുന്നതിനിടയിലാണ് പ്രതി പല തവണകളായി പല കാരണങ്ങൾ പറഞ്ഞ് പണം വാങ്ങിയത്. യുവതിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് പ്രതിയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു. തുടർന്നാണ് ബംഗാൾ സ്വദേശിയായ ആനന്ദ് കുമാറാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തിയത്. ഇതോടെ ബംഗാളിലെത്തിയ ഡൽഹി പോലീസ് സംഘം വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.